നമുക്കറിയാം. ഇപ്പൊ മയ്യത്ത്, ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നാട്ടിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മരണം, രോഗി, മയ്യത്ത് സംസ്കരണം, ജനാസ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അബദ്ധധാരണകളുണ്ട്. മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാത്ത ആളുകളുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. ആ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മുടെ പള്ളിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് ഈ ഖുതുബകളിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ അതിന്റെ പ്രത്യേക ക്ലാസുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ മേഖലകളും. ഇപ്പൊ വിവാഹത്തിന്റെ സദസ്സിലേക്ക് ചെല്ലാൻ തന്നെ നമുക്ക് പേടിയാണ്. വിവാഹത്തിന്റെ സദസ്സൊക്കെ ചെല്ലാൻ പേടിയാണ്. കാരണം എന്താ? എപ്പോഴാ വെടി പൊട്ടുക എന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ് അവിടെ പുക വീഴുക എന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ് അവിടെ ബ്രേക്ക് ഡാൻസ് വരിക എന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ് DJ പാർട്ടി വരിക എന്ന് പറയാൻ കഴിയില്ല. ഇവന്റ് മാനേജ്മെന്റുകൾ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കല്യാണം നിശ്ചയിക്കുമ്പോൾ അവിടെ മഹൽ ഇടപെടേണ്ടതുണ്ട്, മഹലിന് മാർഗനിർദ്ദേശം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു, ഈ വെളത്തൂരിൽ പുതിയതായി വന്ന ഈ സലഫി പള്ളി വിവാഹ രംഗത്ത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന എല്ലാ അരുതായ്മകളെയും ഇല്ലാതെയാക്കുന്നതിനുള്ള സ്റ്റെപ്പ് എടുക്കുന്ന ഒരു കമ്മിറ്റി കൂടി, ഒരു പള്ളി കൂടിയായി മാറേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകേണ്ടതുണ്ട്. അവിടെയൊക്കെ പള്ളികൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം, 10ാം ക്ലാസ് കഴിഞ്ഞ് ഏത് കോഴ്സിനാ പോകേണ്ടത് പലർക്കും അറിയില്ല. ആ കോഴ്സ് കൃത്യമായി ധരിപ്പിച്ചു കൊടുക്കാൻ, വിദ്യാഭ്യാസ മാർഗനിർദ്ദേശം കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് പ്രത്യേക സെല്ല് നമ്മുടെ കീഴിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ പറയുന്നത്, നമ്മുടെ മേഖല എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ മതപഠനത്തിന് മദ്രസ സംവിധാനം, ആ മദ്രസ സംവിധാനം വ്യവസ്ഥാപിതമായ രീതിയിൽ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കത്രയേ ഉള്ളൂ. പള്ളി പോയി പറയേ എന്ന് പറയുന്ന ക്ലീശേ വർത്തമാനത്തിന് കൃത്യമായ മറുപടി നമുക്ക് പറയാൻ കഴിയണം. ഞങ്ങളുടെ ഒരു പള്ളിയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്നത്.